ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലണ്ട് മെയ്ഡ് ട്രാക്ടറിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഇത് 1952 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്വാപ്പ് ചെയ്ത് അവർ ഡീസലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫുൾ റെസ്റ്റാണ്, പ്ലാറ്റ്ഫോം സംഭവങ്ങളൊന്നുമില്ല. വണ്ടിയിൽ നമ്മൾ കയറി ഇരുന്നതിന് ശേഷം കാലും കൊണ്ട് ഈ ലിവറിലേക്ക് ഇങ്ങനെ ചവിട്ടി കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ ചവിട്ടുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. ഓണറിൻ്റെ ഡോഗ് ആട്ടത് ബബ്ലു. ഹായ് ഹായ്. വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗാരേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന നമ്മുടെ ഈ വില്ലീസ് വാഗൻ്റെ കോൾഡ് സ്റ്റാർട്ട് ആണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള റെയർ വണ്ടികൾ കിട്ടിയാലാണ് നമ്മളിനി കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 2-3 മാസമായിട്ട് നമ്മുടെ കയ്യിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് കോയമ്പത്തൂർ വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. ഇതിൻ്റെ ഓണറിന് ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്യാനുള്ളതാണ്, നമ്മളല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ സ്ഥലം എന്താണ്, ഗാന്ധിപുരം ഗണപതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇരിക്കുന്ന ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കി തന്നെ. എത്ര ഇയറാണ് വണ്ടി നിർത്തിയിട്ടിട്ട്? 20 ഇയേഴ്സ്. അപ്പോൾ ഏകദേശം 20 വർഷത്തോളമായിട്ട് നിർത്തിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടി കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഫുൾ റെസ്റ്റാണ്, പ്ലാറ്റ്ഫോം സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ഒറിജിനൽ മീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഒറിജിനൽ സ്റ്റിയറിംഗ് വീലും കാണാം. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലാട്ടോ. അപ്പോൾ ഫുൾ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ റെസ്റ്റാണ്. അപ്പോൾ ഒരുവിധം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ഒരു ഒറിജിനാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ ബമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ ഹെവി ഡ്യൂട്ടി ആകാനായിട്ട് എന്തോ ടോ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഉത്തർപ്രദേശ് രജിസ്ട്രേഷനൊക്കെയാണെന്ന് തോന്നുന്നു. UP വണ്ടിയാണ്. സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് 2 ഡോറാണ്. വില്ലീസ് വാഗനാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തുണ്ടല്ലേ ആ ഒരു വില്ലീസ് വാഗൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. മീറ്റർ സംഭവങ്ങളൊക്കെ ആ ഒരു ഓയിൽ പ്രഷറിൻ്റെ മീറ്ററൊക്കെ നമ്മുടെ ടാറ്റയുടെ ഓൾഡ് മോഡൽ ബെൻസിൻ്റെയാണ് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ഓഡോമീറ്റർ ഒറിജിനലാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലിവറിൻ്റെ സ്വിച്ചും കണ്ടിട്ട് ഒറിജിനലാണെന്ന് തോന്നുന്നു. ബാക്കി താഴെ വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ആ ഒരു ഒറിജിനാലിറ്റീനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഡോറിൻ്റെ ലോക്ക് സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയുള്ളതാണ്. കാരണം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് റെസ്റ്റാണ്. നല്ല രീതിയിലുള്ളൊരു റീസ്റ്റോറേഷൻ ഈ വണ്ടിയിൽ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അതാ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ സ്റ്റാർട്ടാവില്ലേ? അപ്പോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലണ്ട് മെയ്ഡ് എഞ്ചിനാട്ടോ. സ്റ്റാൻഡേർഡ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് ഇംഗ്ലണ്ട് മെയ്ഡ് ഒരു ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു ഫ്യൂൽ പമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓയിൽ ഒഴിക്കേണ്ടത്, അതായത് നമ്മുടെ ഗിയർ ഓയിലൊക്കെയാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഈ വണ്ടിയുടെ നോസിലുകൾ കാണുന്നത്. ഐ തിങ്ക് ഇതൊരു DI എഞ്ചിനാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. ഹീറ്റർ പ്ലഗോ IDI എഞ്ചിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞാൽ ഒരു ഹീറ്റർ പ്ലഗ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇനി അഥവാ ഹീറ്റർ പ്ലഗ് എടുക്കുക എങ്കിൽ ഇതാ, അല്ല അത് റിട്ടേൺ ലൈൻ ഇതാ.
அது ஃபியூவல் ரிட்டர்ன் போகிறதுக்காக. அப்போ ஹீட்டர் இருக்காது. இது DI தான் நினைக்கிறேன், இங்கிலாந்து இன்ஜின் தான், മദ്രാസിൽ മേക്ക് പണ്ടതല്ലേ. ക്ലിയറൻസ് ഈസ് 0.012. അപ്പോൾ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഇതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഫ്യൂൽ ഫിൽറ്ററാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. പിന്നെ അതുപോലെ ഇതിന് ലിഫ്റ്റ് പമ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, നമ്മുടെ പെട്രോൾ എഞ്ചിന് വരുന്ന പോലത്തെ ഒരു ചെറിയൊരു പമ്പാണ്. അതായത് ഇഞ്ചിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ക്രാങ്ക് ചെയ്യുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പമ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെയായിട്ടാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വൈപ്പർ മോട്ടർ കാണുന്നതാണ് ഇതിൻ്റെ ഡിപ്പ് സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓയിൽ. ഫ്യൂവലിൻ്റെ ലൈന് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇവിടുന്ന് നമ്മൾ ഒരു ഡയറക്റ്റ് കണക്ഷൻ നമ്മളെടുത്തു. നേരെ നമ്മളിവിടെ ക്യാനിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻ നമ്മൾ മുകളിൽ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ നേരെ നമ്മുടെ പമ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരുവിധം ഇലക്ട്രിക്കൽ കോമ്പോണൻസ് ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഇതൊക്കെ ഇന്ത്യൻ മെയ്ഡാണ്. നമ്മുടെ സെൽഫ് മോട്ടറിലേക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മളിതാ ഇവിടെ എർത്ത് കണക്ഷൻ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ വണ്ടി സ്റ്റാർട്ടാകുന്നത് വന്നിട്ട് ഈ കാണുന്ന ലിവർ ഉണ്ടല്ലോ, ഈ കാണുന്ന ലിവർ ഇങ്ങനെയാണ് ഈ ലിവറിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുക. ഈ വണ്ടിയിൽ നമ്മൾ കയറി ഇരുന്നതിന് ശേഷം കാലും കൊണ്ട് ഈ ലിവറിലേക്ക് ഇങ്ങനെ ചവിട്ടി കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ ചവിട്ടുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അത് അവിടുത്തെ സ്പ്രിങ് വീക്ക് ആയതുകൊണ്ടാണ്. അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് പോരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അത് ലോക്ക് ചെയ്തിട്ട് വെച്ചേക്കാം, നമുക്ക് അവിടെ ക്രാങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. റിലീസായിട്ട് പോകും. ഞാൻ പറയുമ്പോൾ റിലീസ് പറ്റേ പോകും.
വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഫ്യൂൽ ലൈന് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ നോസിലൊക്കെ ചെയ്താലാണ് ഈ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അത് മാത്രമല്ല ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലണ്ട് മെയ്ഡ് ട്രാക്ടറിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഇത് 1952 മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്വാപ്പ് ചെയ്ത് അവർ ഡീസലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ കമ്പനി വരുന്നത് ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ 4x4 ഒക്കെ ആയിട്ടാണ് കമ്പനി വരുന്നത്. അപ്പോൾ ആ ഒരു എഞ്ചിനൊക്കെ ഈ വണ്ടിക്കകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫുള്ളി റീസ്റ്റോർ ചെയ്യാനായിട്ട് ഇതിനോട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇവർ സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കോസ്മെറ്റിക് ഐറ്റംസ് ഒഴികെ ബാക്കി ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ പെട്രോൾ എഞ്ചിൻ ഇത് അവിടെ ഇരിപ്പുണ്ട്. 4x4 ഗിയർ ബോക്സോട് കൂടിയുള്ള ഒരു എഞ്ചിൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ആണ്? ഇത് സ്റ്റാർട്ടിങ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ കാഴ്ച ഈ വണ്ടി ഇവർ റീസ്റ്റോർ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കും. ആസ് ഇറ്റ് ഈസ് ഈ കണ്ടീഷനിലും ഈ വണ്ടി കൊടുക്കും കേട്ടോ. ഈ വണ്ടിക്ക് ഇവർ അണ്ണാ എന്താ റേറ്റ്? 280. അപ്പോൾ ഇതാ ഈ ബ്രോണ്ടിയാണ് വണ്ടി. പേര് ചൊല്ലുമോ? പേര് സബറി. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഓണറിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.